അങ്ങനെ ഒരുപാട് നാളിന് ശേഷമുണ്ട് ഈ ശ്രീവിദ്യ പിന്നെ ഉണ്ട് ഈ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇതിനെക്കുറിച്ചുള്ള കാര്യമാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. തനിക്കെതിരെ ഒരുപാട് കേസൊക്കെ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചുള്ള കാര്യമൊക്കെ മെയിനായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പരാതിക്കാരനുണ്ടെങ്കിൽ പൈസ കിട്ടിയതിന് ശേഷം ഉണ്ടെങ്കിൽ അയാൾക്ക് 1,50,000 രൂപയൊക്കെ നഷ്ടം വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടെങ്കിൽ ശ്രീവിദ്യ വിശ്വസിച്ചാണ് അതിനകത്ത് പൈസ ഇട്ടിട്ടുണ്ടായിരുന്നത്. സോ അതിനെക്കുറിച്ചുള്ള കാര്യത്തിനായിരുന്നു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആദ്യമേ ഉണ്ടെങ്കിൽ 1,00,000 അതോ അതിൽ കൂടുതൽ അങ്ങോട്ട് കൊടുക്കണമെന്നുള്ള രീതിയിലായിരുന്നു കോടതിയിൽ നിന്ന് വിധി വന്നിട്ടുണ്ടായിരുന്നത്. ഇല്ലെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്തും എന്നുള്ള രീതിയിലും ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രയും നാളായിട്ടുണ്ടെങ്കിൽ ശ്രീവിദ്യ അതിനെക്കുറിച്ചുള്ള ഒരു കാര്യങ്ങൾ വെച്ച് കറക്റ്റായിട്ട് ചെയ്തിട്ടൊന്നുമില്ലായിരുന്നു. പൈസ കൊടുക്കുകയൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഭയങ്കര വൈറലാവുകയായിരുന്നു. ഒടുവിലുണ്ടെങ്കിൽ അയാൾക്ക് പൈസ കൊടുക്കുക എന്നുള്ള രീതിയിലുണ്ടെങ്കിൽ ശ്രീവിദ്യയുടെ വക്കീലൊക്കെ വിളിച്ച് പറഞ്ഞെന്നുള്ളതായിരുന്നു അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതേസമയത്ത് ശ്രീവിദ്യ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ താനുണ്ടെങ്കിൽ ഇത് കണക്ക് ഒരുപാട് കാര്യങ്ങൾ ഭയങ്കര മോശമായിട്ട് ചെയ്യുന്ന വരുത്തി തീർക്കാൻ ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, തന്നെ ഉണ്ടെങ്കിൽ പെട്ടുപോയതാന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു ശ്രീവിദ്യ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായിരുന്നാലും ആ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ മറ്റേ ആളുടെ പ്രശ്നമെല്ലാം തീർക്കുന്നുണ്ട്. പിന്നെ വേറെ ഏതെങ്കിലും പ്രോഡക്റ്റ് ആയിട്ട് ഇത് കണക്ക് ശ്രീവിദ്യ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് കുറച്ച് ഡൗട്ട് വരുന്നതായിരിക്കും.